പറ. എന്താണ്? വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് this video is sponsored by Khel Raja, India's biggest free play entertainment platform. For more details, log on to their website. ഇവനാണ് അടുത്ത ഹീറോ, അമ്പാടിക്കണ്ണൻ. പെണ്ണുങ്ങളുടെ കണ്ണിലുണ്ണിയാണ്. സത്യം, ഞാൻ ഡീറ്റെയിൽ സ്റ്റഡി എടുത്തല്ലേ. തുടങ്ങല്ലേ? അഞ്ജലി, ഗുരുക്കന്മാരെ, നന്നായിട്ട് പഠിക്കുമല്ലോ അല്ലേ? ആ പഠിക്കും പക്ഷേ. ഇവനാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ ഒന്നാം സ്ഥാനം. വെരി ഗുഡ്. പിന്നെ അറിവാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് അല്ലേ ജെയ്സി ടീച്ചറെ? അതെ മാഷേ. ദേ, എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് സംസാരിക്കരുത്, ഞാൻ വളരെ സ്ട്രിക്റ്റാ കേട്ടല്ലോ. എന്നാ ക്ലാസ്സിക്ക് വെക്കോളൂ മാഷ്. പക്ഷേ ശരി. മാഷേ, നമ്മുടെ ഇവിടെ പുതിയ പിള്ളേരൊക്കെ വരുന്നുണ്ട്. ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവല്ലേ? നമുക്ക് വേറെ ട്യൂഷൻ സെൻറ്റർ നോക്കിയാലോ? ഞാനും ഇത് ആലോചിക്കേണ്ട ടീച്ചറെ. എല്ലാം ഒന്ന് ശരിയാക്കണം. ശരിയാവും. അല്ല, ടീച്ചറിൻ്റെ കല്യാണക്കാരി എന്തായി? നോക്കുന്നുണ്ടല്ലേ? എന്ത് സമാധാനം ട്യൂഷൻ ക്ലാസ്സല്ലേ. കാറ്റും വെളിച്ചവും. ഞാനിവിടെ ആദ്യമേ വന്ന ചേരേണ്ടതായിരുന്നു. നോക്കിയുടെ കൃഷ്ണൻ കോക്കളെ മേയ്ക്കണു. കീർത്തന വരുന്ന ഉറപ്പല്ലേ? എടാ, മനസ്സ് പറയണ എന്നവരെ തെറ്റിട്ടുണ്ടാ. എനിക്ക് 100% ഷുവറാണ്. ഡേ, നീ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തേ, ഒരു 2 മിനിറ്റിനുള്ളിൽ അവളുടെ ലേഡി ബീഡ് സൈക്കിളിൽ പതിയെ എങ്ങനെ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ ശരിയാ. നീ എന്താടാ സ്നേഹയോട് പോയി പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ പോത്തോട്ടുകാരനാണെന്ന് ഞാൻ അവളോട് പറഞ്ഞില്ലേ? പോത്തോട്ടല്ലേ പണി. നീ കളിക്കല്ലേ? നോക്കി കണ്ടടിച്ച് പൊളിക്കറി. മര്യാദക്ക് പറഞ്ഞത് പോയി നീ മാറ്റി പറഞ്ഞു. അല്ലെങ്കിൽ ഞായറാഴ്ച പോത്തിനിറക്കുന്ന കൂട്ടത്തിൽ നിന്നെ ചേർക്കും. കേട്ടടാ പട്ടി? ഓടറാ. എന്താ ഇനി ഏതാ? ഇതിങ്ങനെ ചെയ്താ ആരാണ്?
എന്താ കാരണമൊന്നുമില്ലാത്ത? ആ ഇരുന്നോളൂ, എല്ലാവരും ഇരുന്നോളൂ. ഞാൻ MA കഴിഞ്ഞ് റിസർച്ചൊക്കെ ചെയ്യുന്നൊരു സമയം എനിക്കൊരു ആശയം തോന്നി. സേവനം ചെയ്യണം, നാടിന് വേണ്ടി ഒരു സേവനം നടത്തണം. അപ്പോഴാണ് ഈ ട്യൂഷൻ സെൻറ്റർ തുടങ്ങാനുള്ള മഹത്തായ ആശയം ഉണ്ടായത്. ആദ്യം കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളെപ്പോലെ ഇത്രയും കുട്ടികളൊക്കെ ആയി മഹത്തായ വലിയൊരു സ്ഥാപനമായിട്ടൊക്കെ മാറി. പക്ഷേ നാളിതുവരെയായിട്ടും ആർക്കും തന്നെ ഫുൾ A+ കിട്ടിയിട്ടില്ല. നമുക്കിതിനൊരു മാറ്റം വേണ്ടേ? വേണം. വേണ്ട. നിങ്ങളുടെ തലച്ചോറിൽ കൂടിയുള്ള ഊർജപ്രവാഹം ശരിയായ ദിശയിലല്ല. മിണ്ടാതെടാ. ട്യൂഷന് സാബു മാഷ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. എല്ലാവരും സാബു മാഷ് നന്നായിട്ട് പഠിപ്പിക്കുന്ന അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു. എൻ്റെ പേര് സുനിൽകുമാർ, എൻ്റെ അത്താണിയാണ്. ഞാൻ ജയിച്ച സ്ഥലത്തല്ല പഠിക്കണേ. എൻ്റെ ഫ്രണ്ട് പ്രഭാഷ് പറഞ്ഞിട്ട് നമ്മുടെ പഠിക്കാൻ വന്നേ. എടാ കോപ്പേ, മതി. ഒരു വട്ടം ഒന്ന് പൊട്ടി. അപ്പൊ സാവുമാഷാണ് പറഞ്ഞേ ഇവിടെ ട്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പാസ്സാക്കി എടുക്കാന്ന്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ ഗേൾസ്, എൻ്റെ പേര് അമ്പാടിക്കണ്ണൻ. വീട്ടില് അമ്പാടിന്ന് വിളിക്കും, നാട്ടില് കണ്ണെന്ന് വിളിക്കും. അതാണ് എൻ്റെ പേര് അമ്പാടിക്കണ്ണൻ. ഞാൻ മേളക്കാരനാണ്. ഗുഡ് ഈവനിങ്. ഇരുന്നോളൂ. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി മുതൽ നമുക്ക് തുടങ്ങാം. വളരെ പ്രധാനപ്പെട്ട ഒരു ടഫ് സബ്ജക്റ്റാണ് ഊർജ്ജതന്ത്രം അഥവാ ഫിസിക്സ്. നമ്മുടെ 10ാം ക്ലാസ്സിലെ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ഇലക്ട്രിക് കറണ്ട്? വൈദ്യുതി. ഒരു ചാലകത്തിൽ കൂടിയുള്ള, ചാലകം മീൻസ് കണ്ടക്ടർ, ഒരു ചാലകത്തിൽ കൂടിയുള്ള ഇലക്ട്രിക് ചാർജുകളുടെ പ്രവാഹത്തെ ഇലക്ട്രിക് കറണ്ട് അഥവാ വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നു. എന്താണ് എനർജി കൺസർവേഷൻ? അറിയാമോ അവർക്ക്? എനർജി കൺസർവേഷൻ ലോ എന്നാൽ ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. എനർജി can neither be created. എനിക്ക് ഉറപ്പാ അവളിവിടെ അല്ല പഠിക്കണത്. നിനക്ക് തെറ്റിപ്പോയതായിരിക്കും. മനസ്സായി പറഞ്ഞൊന്നും ഇന്നേ വരെ തെറ്റിട്ടില്ല. എനിക്ക് 100% ഉറപ്പാണെന്ന്. അവൾ ഇവിടെ തന്നെ പഠിക്കുന്നു. മാറ്റുവാൻ മാത്രമേ സാധിക്കൂ. ഇനി ഈ വൈദ്യുത ചാർജിനെ അളക്കുന്ന ഉപകരണമാണ് അമീറ്റർ. A കൊണ്ട് ഡിനോട്ട് ചെയ്യും. അതെ, അമീറ്റർ. എനർജി കൺസർവേഷൻ ലോ വരുവാ. താനെന്താ ലേറ്റ് ആയത്? സ്കൂളിൽ നാടകത്തിൻ്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു മാഷേ. പക്ഷേ പഠനത്തിൽ പിന്നോട്ട് പോകരുത്. സ്കൂളിൽ പഠിപ്പിക്കണതെല്ലാം അന്നു പഠിക്കാറുണ്ട് മാഷേ. അറിവാണ് ഏറ്റവും പ്രധാനം. കയറിയിരിക്കൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എനർജി കൺസർവേഷൻ ലോ. ആ സെക്കൻഡ് ബെഞ്ചിലിരിക്കണ ചെക്കൻ നിന്നെ തന്നെ നോക്കുന്നേ ആണോ? കണ്ണം കണ്ട് നോക്ക്. എടാ നോക്കടാ. എനർജി കൺസർവേഷൻ ലോ. സുനിൽകുമാർ, താനെങ്ങോട്ടായി നോക്കിയിരിക്കുന്നത്? ഇന്ന് വന്നല്ലേ ഉള്ളൂ. എഴുന്നേക്ക്. എന്താണ് എനർജി കൺസർവേഷൻ ലോ? ഊർജത്തെ നമുക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല, മറിച്ച് മാറ്റാൻ പറ്റും. സുനിക്ക് മനസ്സിലായി. വെരി ഗുഡ്. ഇരിക്ക്. അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എനർജി കൺസർവേഷൻ ലോ.
എടാ ഇന്നലെ അവളെന്തിനാ എന്നെ അങ്ങനെ നോക്കിയിരുന്നേ? നോക്കണോണ്ട ചിലപ്പോൾ അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടാവും. പിന്നെ ഒറ്റ നോട്ടത്തിൽ അങ്ങ് ഇഷ്ടപ്പെടില്ല. നിനക്ക് അവൾ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടമായി, അതുപോലെ അവൾക്ക് നിന്നെ ഇഷ്ടമായി. നിനക്കൊരു വട്ടുണ്ടോ? അങ്ങനെയൊന്നും ഇഷ്ടപ്പെടൂല. എനിക്ക് പെണ്ണുങ്ങളെ മനഃശാസ്ത്രം എന്താണെന്നറിയോ? പതുക്കെ നോക്കി ഒബ്സർവ് ചെയ്ത് പതുക്കെ ഇഷ്ടപ്പെടുള്ളൂ. പിന്നെ എന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അച്ഛനും ഒറ്റ നോട്ടത്തിലാണ് ഇഷ്ടമായത്. നിന്റെ അച്ഛൻ പെണ്ണാണോ വന്നപ്പോഴല്ലേ? പെണ്ണാണ് വന്നപ്പോഴാണെങ്കിൽ എന്തേ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടമായാ? പണ്ടത്തെ പെണ്ണുങ്ങളെ പോലെ ഒന്നല്ല ഇപ്പത്തെ പെണ്ണുങ്ങൾ കളിക്കണല്ലേ. ട്രിക്സ് വേണം, ട്രിക്സ്. മനസ്സിലായി? എടാ നിനക്ക് പെണ്ണുങ്ങളെ മെയിൻ വീക്ക് പോയിന്റ് എന്താണെന്നറിയോ? നിനക്കറിയോ? ഇല്ല. എന്താ? ആ ചോദിക്കടാ, മാനസിനോട് ചോദിക്കടാ. ചോദിച്ചു, നീ പറ. കണ്ണ്. കഞ്ഞ്. അതെ കണ്ണ്. നമ്മുടെ ഒരു നോട്ടങ്ങളുണ്ടല്ലോ, ദേ ഇവിടെ പതിയണം. പതിക്കണ്ടേ? പതിപ്പിക്കാം. നീ കീറി തന്നെ എങ്ങനെ നോക്കണേ? കാണിച്ചേ. ആ ഒന്നും പറയാൻ പറ്റില്ലേ? കാണിക്കണമെന്ന് കാണിക്കേ. അടിപൊളി. എടാ ഇവൻ എനിക്ക് ഇങ്ങനെ പറഞ്ഞേ. ദേ ലുക്ക് അറ്റ് മീ. അവിടെ ഒരു പെണ്ണുണ്ടെന്ന് വിചാരിക്കാം. വിചാരിച്ചാ അവളുടെ കണ്ണിലേക്ക് റൊമാൻറ്റിക് ആയിട്ട് നോക്കി. നല്ലൊരു ചിരി കൊടുത്തേ, നല്ലൊരു ചിരി. നോക്കിയാ റൈറ്റിലേക്ക് നോക്കിയാ ലെഫ്റ്റിലേക്ക്. പതിയെ ആൾക്കാരിലേക്ക് കൊടുത്തേ, കണ്ണെടുക്കാതെ ചിരിച്ച് നല്ല ക്യൂട്ടായിട്ട് കൊടുത്താ എങ്ങനെയുണ്ട്? സ്ഥലല്ലേ? സിമ്പിൾ. നിനക്കെന്താ ആരും സെറ്റ് ആവാത്തെ? എടാ മനസ്സ് മാസടാ, മാസം എന്താ പെണ്ണ് വലിയ ആശ ഉണ്ടായിരുന്നു. അഞ്ചരയോ? ടീച്ചറെ. ആ മാഷേ. ടീച്ചർ എന്താ ചിന്തയിലാണല്ലോ? ഒന്നുമില്ല മാഷേ, വെറുതെ കിടന്നതാണ്. ടീച്ചറിനോട് എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. ഞാനും മാഷിനോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പറഞ്ഞാൽ മാഷിന് ഇഷ്ടാവോന്ന് അറിയില്ല. ഇഷ്ടായില്ലെങ്കിൽ മാഷത് മറക്കണം. ഇല്ല ടീച്ചറെ, ടീച്ചർ പറഞ്ഞോ. ടീച്ചർ എന്ത് പറഞ്ഞാലും എനിക്കത് ഇഷ്ടാ. പറഞ്ഞോ. ഇന്നലെ എന്നെ കാണാൻ ഒരു എഞ്ചിനീയർ വന്നിട്ടുണ്ടായിരുന്നു. എഞ്ചിനീയറോ? എന്തിന്? പുള്ളിക്കാരൻ എന്നെ ഇഷ്ടായി. ടീച്ചർക്കോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല മാഷേ, പക്ഷെ കല്യാണം മുടങ്ങി. മാഷിനറിയോ എന്തുകൊണ്ടാ കല്യാണം മുടങ്ങിയെന്ന്? ഞാനൊരു നിലവാരമില്ലാത്ത ട്യൂഷൻ സെന്ററിൽ വർക്ക് ചെയ്യുന്നോണ്ടാ. നിലവാരമില്ലെന്നോ? മാഷേ ടീച്ചർ പറഞ്ഞ ശരിയാ. കുട്ടികൾ പഠിക്കുന്ന ഒരു സ്പേസ് അല്ലേ, ക്രിയേറ്റീവ് ആവണം നോക്ക്. അതിനിപ്പോൾ എത്ര ചിലവ് വന്നാലും ഞാനത് കാര്യമാക്കണല്ലോ ടീച്ചറെ. ടീച്ചർ പ്രേമലേഖനം വായിച്ചിട്ടുണ്ടോ? ബഷീറിൻ്റെ? ഇല്ല മാഷേ. ഒന്നുമില്ല ടീച്ചറെ. ഹലോ, സുനിൽകുമാർ അല്ലേ? അതെ, ഞാൻ കീർത്തനയാ. മനസ്സിലായി, പറയൂ. എനിക്ക് സുനിൽകുമാറോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ്? എന്ത് കാര്യം? അതെ, അംഗനവാടി പഠിക്കുമ്പോൾ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടമാണെന്ന് വെച്ചാ കല്യാണം കഴിക്കാൻ. എന്നോട് അംഗനവാടി പഠിക്കുമ്പോ പറയാനേ? അയ്യോ, അപ്പൊ നമ്മൾ ചെറുതല്ലായിരുന്നു. ഇപ്പോ ഞാൻ ഓർത്തപ്പോ പറഞ്ഞതാ. ആണോ? ചോറുന്നാ? ഇല്ലേ, കഴിക്കാൻ പോണേല്ലോ. എന്നാ ചെന്നോ, നാളെ കാണാം. അതെ, നാളെ എന്റെ കൂടെ പപ്സ് കഴിക്കാൻ വരുമോ? ആ വരാലോ. എന്നാ ശരി. എന്നാ ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ കീർത്തു കഴിച്ചോണോ? അമ്മ കഴിച്ചായിരുന്നോ? ആ ഞാൻ കഴിച്ചു. നീ കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്.
കുളിക്കല്ലേ ഇപ്പൊ കഴിയടാ. കഴിയാറേ ആ ദേ ഇപ്പൊ കഴിയും. എടാ അതേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? നമ്മുടെ ക്ലാസ്സിൽ അഞ്ജലി ഇല്ലേ? അഞ്ജലി? ആ അവളോട് എനിക്ക് ചെറിയൊരു ഇഷ്ടം. ഇത് ദുഷ്ടനാടാ നീ, ഒരു വാക്ക് പറഞ്ഞില്ല എന്നോട്. എടാ അതല്ല ഇപ്പൊ പറഞ്ഞ. എടാ പ്രശ്നം അതല്ല, ഞാനേ അവളോട് ഇഷ്ടം പറയാൻ വേണ്ടി നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിന്റെ സൈഡിൽ അവളെ നീക്കി നിർത്തി. എന്റെ ഇഷ്ടം പറയാൻ പോണ സമയത്ത് അവള് ഇതിങ്ങനെ ഒരുമാതിരി നോട്ടം നോക്കിട്ട് ഒറ്റ പോക്കാ. അത് വേറെ എന്തെങ്കിലും ആയിരിക്കൂടാ. എടാ പെണ്ണുങ്ങളുടെ സൈക്കോളജി എന്താ അറിയാം നിനക്ക്? എടാ വൃത്തിയായി കുളിച്ച് മുടിയൊക്കെ ചീകി പൗഡറൊക്കെ ഇട്ട് നടക്കണ ചെക്കന്മാരെയാണ് പെൺപിള്ളേർക്ക് ഇഷ്ടം. എടാ മനസ്സ് എത്ര പ്രേമം കണ്ടാന്നറിയാമോ? പറ്റില്ല ഒന്നും. നിനക്ക് അവളെ കുളിക്കുന്ന സോപ്പ് ഏതെന്ന് അറിയാമോ? നിനക്കറിയോ? എനിക്കറിയാം, സാൻഡിൽ സോപ്പാണ്. അതെങ്ങനെ നിനക്കറിയാം? ഞാനേ അവളുടെ വീട്ടിൽ ക്ലബിന്റെ പരിപാടി കൂപ്പം വെക്കാൻ പോയപ്പോ അവളുടെ ബാത്റൂമിന്റെ സൈഡിൽ അവളെ കുളിക്കുന്ന സോപ്പിന്റെ കവർ കിടക്കുന്നുണ്ടോ. ഓ അങ്ങനെ. അപ്പോ അതുകൊണ്ടാണ് പറയണത്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു സാൻഡിൽ സോപ്പൊക്കെ മേടിച്ച് നല്ല വൃത്തിയായിട്ട് കുളിച്ച് അഞ്ചലിന്റെ അടുത്ത് ചെന്ന്, അഞ്ചലേ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, സെറ്റടാ. അഞ്ജലേ എനിക്ക് നിന്നെ ഇഷ്ടാണ്. മതി മതി, ഇത് മതി. ശരിയാവൂല അല്ലേ? ഇവിടെ സെറ്റാവും. മനസ്സൊരു കാര്യം പറഞ്ഞാൽ അത് ഇതുവരെ തെറ്റിയിട്ടില്ല, മനസ്സിലായ? ഗരി ലവ് അഞ്ജലി. എന്ത് സുന്ദരല്ലേ? പിന്നെ പിന്നെ ഭയങ്കര കൂട്ടാ. അഞ്ജലി ഗിരി, ഗിരി അഞ്ജലി, ആ ഗിരി ഗിരി ആ ഹാ. വാജിത്തു മാഷ ഒരു കാര്യം പറയട്ടെ, ഫീൽ ആവരുത്. ഇത് കണ്ടാ പറയില്ല ട്യൂഷൻ ക്ലാസ് ആണെന്ന്. വെറുതെ അല്ല ഇവിടെ ആരും വരാത്തത്. ജിത്തു, അതുകൊണ്ടാണല്ലോ തന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. താൻ ഇതൊക്കെ ഒന്ന് മോടി പിടിപ്പിച്ചേരണം. പിന്നെന്താ, നമുക്ക് ഓടി പിടിപ്പിക്കാലോ. ഒരു 20,000 രൂപ നമുക്കൊരു ഹൈ ക്ലാസ് ട്യൂഷൻ സെൻ്ററാക്കി മാറ്റാം. 20,000 രൂപയാ? ജിത്തു, ഞാൻ പറഞ്ഞില്ലേ ഞാനിതൊരു സേവനത്തിന്റെ പുറത്ത് ചെയ്യുന്നതാ. ഒരു 3,000 രൂപ തരും. ജിത്തു ഇഷ്ടത്തിന് ചെയ്തോ, ബാക്കി കാശൊന്നും ഞാൻ ചോദിക്കില്ല. 3,000 രൂപയ്ക്ക് ഞാനിവിടെ എന്ത് ചെയ്യാനാ മാഷേ? പ്ലീസ് ജിത്തു, പ്ലീസ് എൻ്റെ കൈ വിടരുത് ജിത്തു. മാഷേ ഇമോഷന് വേണ്ടി ഞാൻ പറഞ്ഞതല്ല. 3,000 രൂപയ്ക്ക് ഹൈ ക്ലാസ് ട്യൂഷൻ സെൻ്റർ ഞാൻ പണിത് തരും മാഷിന്. താങ്ക് യു ജിത്തു, താങ്ക് യു വെരി മച്ച് ജിത്തു, താങ്ക് യു. മാഷ് ഇങ്ങോട്ട് വേഗം കയറി മാഷേ, മഴയ്ക്കും വാങ്ങുക. ജിത്തു എന്തായി? മാഷേ ഒരു മിനിറ്റ് ടീച്ചറെ, ജിത്തു ആ വയറൊന്ന് കണക്ട് ചെയ്തോട്ടെ. മാഷേ പിള്ളേരും കൂടി വന്നിട്ട് മതിയെന്നു ഇനോഗ്രേഷൻ. കുട്ടികൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ, ഇല്ല ടീച്ചറെ? മാഷേ ലൈറ്റ് ഓൺ ആക്കട്ടെ. നിക്ക് ജിത്തു, ടീച്ചറൊന്ന് മുറിച്ചോട്ടെ. അയ്യോ മാഷ് മുറിച്ചാൽ മതി. ടീച്ചറെ പ്ലീസ് ടീച്ചറെ, എൻ്റെ ഒരു ആഗ്രഹമല്ലേ? വേണ്ട മാഷേ പ്ലീസ്. വലത് കാലം വെച്ച് കയറിക്കോ ടീച്ചറെ. മാഷേ ലൈറ്റ് ഓൺ ആക്കട്ടെ. ആ ഓണാക്ക് ജിത്തു. ഓണായില്ല മാഷേ? ഓണായി ഓണായി. ആ അപ്പൻ്റെ സൈക്കിളാണ്. എടാ ഞാൻ നിന്നോട് മലയാളത്തിൽ പറഞ്ഞല്ലേ കയറണ്ടാന്ന്. ഞാൻ ഒട്ടിച്ചേരെന്ന് പറഞ്ഞല്ലേ? പിച്ചാരാന്ന് ഒട്ടിക്കലുകാരനായിക്കണ സൈക്കിൾ ആ ചെറുക്കൻ്റെ സൈക്കിൾ തൊട്ട് സ്വഭാവം മാറട്ടെ. ഞാൻ പറഞ്ഞിരുന്നോട്ടെ.
ഇനിയും ചെറുക്കാൻ മര്യാദക്കൾ നിന്റെ മൂറുപടി ഞാൻ ഉരയ്ക്കും ഞാൻ ചിരിപ്പിക്കലടാ. തടി മോഡൽ എന്റെ സൈക്കിൾ വന്ന് കഴുതേ. എക്സ്ക്യൂസ് മീ, യങ് ഇന്ത്യൻ ട്യൂഷൻ സെന്റർ? സാമാഷിന്റെ അല്ലേ? ഓ, താങ്ക് യു. താങ്ക്സ്. കാണാം. ശരി. ഇതാരടത്? മാഷായിരിക്കും. ചേച്ചി ടീച്ചർക്ക് കാര്യം വന്നായിരിക്കും. കഴുത്തങ്ങോട്ട് എന്താടാ? എന്റെ സൈക്കിൾ കയറിയാണ് എന്റെ കാല് ഞാൻ പറ്റി ഞാൻ. Hi. Hello. My name is Joshua Johnson. I'm coming from Lobele Public School. Actually, I am so happy to be here. ഓ, കണ്ടാ ഇംഗ്ലീഷ്. Quality and standard of Young Indian Tuition Center and our SARS class. So, from today onwards, I will also be with you. I will also be one of you. Thank you. അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത്. അറിയാം സർ. കൊള്ളാലെ പയ്യൻ. തകർത്തിട്ടാ. അഞ്ജലി പുഷ്പാഞ്ജലി ഗിരിയെ മനസ്സിൽ യോടു വേണ്ട തിരുക്കുമ്മിയാട്ടം. അഞ്ജലി, എനിക്ക് നിന്നെ ഇഷ്ടം. അഞ്ജലി, രവി. അഞ്ജലി, അഞ്ജലി, എന്തിനാ? അതിനെ നീ കെമിസ്ട്രിയുടെ ബുക്ക് കൊണ്ടുവന്നുണ്ടോ നോട്ട് ചെയ്തെടുക്കാനായിട്ട്? അതിന് കെമിസ്ട്രി ഇല്ല. ആ, കെമിസ്ട്രി ഇല്ലോ. എന്നാൽ ഫിസിക്സിന്റെ 10ാമത്തെ ചാപ്റ്ററിന്റെ നോട്ടുണ്ടോ? ഫിസിക്സിന്റെ 10ാമത്തെ ചാപ്റ്റർ പഠിപ്പിച്ചിട്ടില്ല. മലയാളത്തിന്റെ 8ാമത്തെ ചാപ്റ്റർ നോട്ടുണ്ടോ? ഉണ്ട്. അതാണോ വരുമ്പോൾ കൊണ്ടുവരുമോ? അതിന് നമ്മ 2 സ്കൂളല്ലേ? 2 സ്കൂളാണല്ലോ. അത് കുഴപ്പമില്ല. നിങ്ങളുടെ നാട്ടിൽ തേങ്ങ ഉണ്ടാവണ വൃക്ഷത്തിന് എന്താ പറയാ? തെങ്ങ്. തെങ്ങ്. ഞങ്ങളുടെ നാട്ടിൽ തെങ്ങെന്ന് പറയാ. കണ്ടോ, മലയാളത്തിന് ഒരു വ്യത്യാസമില്ല. അതാണ്. ആയിക്കോട്ടെ. അപ്പൊ നാളെ വരുമ്പോ മലയാളം ബുക്ക്, മറ്റന്നാ ഫിസിക്സ്, അത് കഴിഞ്ഞ് കെമിസ്ട്രി. പോട്ടെ. കുടിക്കേണ്ടി വരുമോ? അതെ, ഞാൻ സാധനം കൊണ്ടുണ്ട്. സാധനമോ? കീർത്തന നിന്നോട് ഇഷ്ടമെന്ന് പറയൂ. എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഞാൻ എന്ത് പറയും? എന്തു പറയുന്ന എന്നോടാണ് ചോദിക്കണേ. ഞാനൊന്ന് ആലോചിച്ചിട്ട് പിന്നെ പറയാന്ന് പറഞ്ഞാലോ? ആ, അത് നല്ലൊരു ഓപ്ഷനാണ്. അതാകുമ്പോൾ ഒരു വെയിറ്റും കിട്ടും. നീ അവളുടെ കണ്ണിൽ തന്നെ നോക്കി നിൽക്കണം. നിന്റെ സ്നേഹം നിന്റെ കണ്ണിൽ കൂടെ അവളെ വായിച്ചെടുക്കണം. മനസ്സിലായ? ഒന്ന് കാണിച്ച് നോക്കോ. കണ്ടാ? കിട്ടിയാ? അത് ഞാൻ കീർത്തുവിന് നേരിട്ട് കണ്ടെടുത്തോളാം. അപ്പം മോനെ എല്ലാം പറഞ്ഞ പോലെ നല്ല ഉഷാറായിട്ട് നല്ല റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഇവിടെ നമുക്ക് സെറ്റല്ലേ? നിങ്ങളോടുണ്ടാവില്ലേ? കാവല് സിഗ്നൽ വരണേ. തരാം. ഹായ്. സുനിൽകുമാർ വന്നിട്ടില്ലേ? മേലുണ്ട്. മുകളിലുണ്ട്. എന്തിലൊക്കെ നടക്കുമായിരിക്കില്ലേ? പറയാം. ചുമ്മാ സുനിൽകുമാറേ,
ഇന്ന് സ്കൂളിൽ പോയില്ലേ? ആ പോയി. എന്താ യൂണിഫോം ഇടാത്ത? അവരൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അതെന്താ അറിയോ, എനിക്ക് സ്പെഷ്യൽ കൺസേണാ. ഞങ്ങളുടെ സ്കൂളിലെ ഗ്രേസ് ടീച്ചർ ഞങ്ങളുടെ പ്രിൻസിപ്പളാ. എന്റെ വലിയ കാര്യ. എന്താ ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞേ? സുനിൽകുമാറിന് എന്നെ മനസ്സിലായോ? കീർത്തനല്ലേ? അതല്ല, ഞാൻ ആരാന്ന് മനസ്സിലായോ? എന്നാ ശരി, ഞാൻ പോട്ടെ. പോവായോ? വേറൊന്നും പറയുന്നില്ലേ? വേറെന്ത് പറയാൻ? എന്റെ ഫോൺ നമ്പർ എവിടെ കിട്ടി? അതൊക്കെ കിട്ടി. പറയൂലേ? ഇല്ല, പറയില്ല. അത് തന്നെയാണോ കീർത്തനയുടെ നമ്പർ? അമ്മയുടെ ഫോണാ. രാത്രി 10:30 കഴിഞ്ഞ് എൻ്റെ കയ്യിലായിരിക്കും. എന്തേ? ഏയ്, ഞാൻ പഠിക്കാൻ വല്ല സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോട്ടെ. പിന്നെന്താ, വിളിച്ചോ. എന്നോട് പപ്സയ്ക്കാൻ പുറത്തേക്ക് വരുമോ? നാളെ ഞാൻ ട്യൂഷൻ ഉണ്ടാവില്ല. നൈറ്റ് നാടകത്തിന് റിഹേഴ്സൽ ഉണ്ട്. ആണോ? സബ്ജയിലേക്ക് ഞാൻ കാണാൻ വരാട്ടാ. ആ, എന്നാ ശരി, ഞാൻ പോവാ. സമയായി. സുനി ഇറങ്ങുന്നില്ലേ? നാളെ വരൂലേ? ആ. നീ പറഞ്ഞ അപ്പൊ നീ ഒന്നും പറഞ്ഞില്ലേ? എനിക്കറിയാറുണ്ട് ഇവൻ പറയൂലെന്ന്. ഇവന് മുട്ട പേടിയടാ. ഇവന് വട്ടാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഒന്നാം കൊമ്പത്ത് വന്നിരുന്നങ്ങൊരു പുന്നാരക്കിളി ചോദിച്ചു, കൂട്ടിനീളം കിളി ചങ്ങാലി പൈങ്കിളി കൂടും വിട്ടിങ്ങോട്ടു പോരാമോ? അങ്ങേ കൊമ്പത്തെ പൊന്നിലക്കൂട്ടിലെ ചങ്ങാലിപ്പെണ്ണ് മിണ്ടീല. അങ്ങേ കൊമ്പത്തെ പൊന്നിലക്കൂട്ടിലെ ചങ്ങാലിപ്പെണ്ണ് മിണ്ടീല. മഞ്ഞും വീഴുന്നു, മാമരം കോച്ചുന്നു, നെഞ്ച് തെങ്ങാനും ചൂടുണ്ടോ? മഞ്ഞും വീഴുന്നു, മാമരം കോച്ചുന്നു, നെഞ്ച് തെങ്ങാനും ചൂടുണ്ടോ? മാഷിനെന്താ വിഷമുണ്ട്? മാഷേ, ജയ്സ് ടീച്ചർ ലീവാണോ?
ടീച്ചറും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് തോന്നുന്നു. സുനിയോട് ആരാ പറഞ്ഞേ? കൂട്ടുകാർ പറഞ്ഞ. പപ്സാ ഇഷ്ടം പഴംപൊരി ഇഷ്ടം? പഴംപൊരി പണ്ട് അച്ഛൻ കുറവ് വാങ്ങിട്ട് വരുമായിരുന്നു. സെയിം പിച്ച്. എന്നെ എന്തിനാ പിച്ചേ? അയ്യോ, സെയിം പിച്ച് പറഞ്ഞപ്പോ അറിയാതെ. നന്ദോ? ഇല്ല. സുനിക്ക് ലവർ ഉണ്ടോ? അമ്മയുടെ സത്യം എനിക്ക് ലവറൊന്നുമില്ല. ഇതുവരെ ആരോടും പ്രണയം തോന്നിയിട്ടില്ല? എന്താടാ പടി? ചേട്ടൊരു ചായ. ചായ കുടിക്കാം. കൃഷ്ണണി കൊടുത്തു. കൃഷ്ണണി കണ്ണിലൂടെ കൃഷ്ണണി കണ്ണിലൂടെ കൊടുത്തു. കീർത്തന കീർത്തന പൂവാ കീർത്തന. പൂവാ കീർത്തന മേടിക്ക് കീർത്തന. നിർത്തണ പോത്തുണ്ണിന്ന് വിളിക്കണ പട്ടി. എടി കീർത്തനെ, നീ ജീവിതത്തിൽ ഒരുത്തിനെ നീ പ്രേമിക്കൂല. അതിന് കൃഷ്ണുണ്ണി സമ്മതിക്കൂല. പവിത്ര ഇവിടെയുള്ള എല്ലാ നായിന്റെ മക്കളും കേൾക്കാൻ വേണ്ടി പറയാ. ഇവളാരെങ്കിലും ഒരുത്തം പ്രേമിച്ചെന്നറിഞ്ഞാൽ ഞായറാഴ്ച പോത്തിനിറങ്ങുന്ന കൂട്ടത്തില് അവനെ ഞാൻ ഇറങ്ങും. പൊട്ടനാണെങ്കിലേ നല്ല ഇടി കിട്ടും. ഇങ്ങോട്ട് അടിച്ചാ അങ്ങോട്ട് അടിച്ചാ മനസ്സ് മോശം. കൃഷ്ണനുണ്ണി അവനൊരു മുറ്റ. ഞായറാഴ്ച അവനവൻ്റെ അപ്പൻ്റെ കൂടെ പോത്തോട്ടാൻ പോകും. ചോര കൊണ്ട് അറപ്പ് മാറിയവനാ. പോത്തിനെ വെട്ടുമ്പോൾ പോത്തിൻ്റെ നായകാലി കൂട്ടിക്കെട്ടണത് ആരെന്നറിയാമോ? അതവനാ, കൃഷ്ണനുണ്ണി. സ്കൂളിൽ എന്താ അവനെ വിളിക്കണേന്നറിയോ? ബല്ലാരി രാജ. കൃഷ്ണ കരയലടാ. എന്താണ് നീ ആ പെണ്ണിന് വേണ്ടിട്ട് കരയണത്? എനിക്ക് അവളെ ശരിക്കും ഇഷ്ടമാണ്. എന്താണ് അവൾക്ക് എന്നെ വേണ്ടാത്ത? എടാ, അല്ലെങ്കിൽ ഈ ആത്മാർത്ഥ പ്രണയം മനസ്സിലാക്കി പെൺപിള്ളേർക്ക് പറ്റൂല. ക്രീ നിനക്ക് ഞങ്ങില്ലേ? പോത്തുണ്ണി കരയില്ലേ? കൃഷ്ണുണ്ണി കരയില്ലേ?
അമ്പാടി എടാ അമ്പാടി എന്താ? ഇന്ന് മേളത്തിന് പോയി മേളത്തിന് പോയി അവിടെ ഇരിക്കോ? പോയില്ല ഈ ഇപ്പൊ പോയിടുന്നാടാ കേട്ടായിരുന്നു. വേണ ചപ്പിയതാ വേണ മേടിക്കാണ്ട് കാര്യം പറ. ഞാനൊരു കാര്യം ചോദിച്ചു സത്യം പറയും. അമ്പാടി സത്യം മാത്രമേ പറയാറുള്ളൂ. നോണ പറഞ്ഞാലേ മേളത്തിന് മുമ്പ് താളം പഴിക്കും. നീ അഞ്ജലിയും പ്രേമത്തിലല്ലേ? ഞാനും അഞ്ജലിയും പ്രേമത്തിലല്ല. നീ സന്ധ്യ പ്രേമത്തിലാണ്. സന്ധ്യ അല്ല. ചാരു അല്ല. കീർത്തന. ആരാ നിന്റെ അടുത്ത് പറഞ്ഞു കൊടുന്നേ? എടാ മണ്ട, അമ്പാടിക്കണ ഇഷ്ടം, പെൺപിള്ളേർക്ക് അമ്പാടിക്കണ ഇഷ്ടം. എങ്ങനെയാ പിള്ളേർക്ക് കുറയ്ക്കണേ? നീ ഇത് എവിടെ നട്ടിയേ? ഞാൻ ഇവിടെ വിനീതിന്റെ അവിടെന്നാ? അവിടെ നിന്ന് പോവല്ലട്ടാ. അവനൊന്നും അറിയാൻ പാടില്ല. അത് മാത്രല്ല അവനത്ര ശരിയല്ല. നീ അനുപേണ്ട റോയൽസിക്കോ ഏസിന് പിന്നെ മസാജ് ചെയ്ത് തരും. 50 രൂപയുള്ളൂ. നീ ടൈലാണ്ട അനുവേണ്ട ഫാഷനാണ്. ഈ ട്യൂഷൻ ക്ലാസ്സിൽ അമ്പാടിക്കുന്ന പോലെ നടക്കുന്ന ആരുണ്ടാ? ഇച്ചിരി താളമതം, ഇച്ചിരി ഫാഷൻ, പെണ്ണുങ്ങൾ വീഴും. ഈ കുറി നോട്ടേക്ക് ബസ്മതി പൗഡർ മിക്സാ കുട്ടിക്കുറ. നിനക്കൊരു കാര്യം അറിയോ? അമ്പാടിക്കണ്ട പോലെ നടന്നാലേ ഏത് പെണ്ണും വീഴും. പക്ഷെ അമ്പാടിക്കണ്ട പോലെ നടക്കണത് അത് അമ്പാടിക്ക് ഇഷ്ടല്ല. പോളേ മനസ്സ് ആൻറ്റി കൂട്ടുപോയേ പോ. മാനസേ എല്ലാം ഓക്കെ അല്ലേ? നീ എന്തിനാ പേടിക്കണ? അവന് സംശയമൊന്നുമില്ലല്ലോടാ മനസ്സേ. എടാ മനസ്സൊരു കാര്യമായിട്ടുണ്ടല്ലോ, അത് ഓക്കെയാണ്. വെറുതെ ബാക്കിയുള്ളതിനോട് പീഡിപ്പിക്കല്ലേ അല്ലോ. അവനറിഞ്ഞ നല്ല ഇട്ടിട്ടു. എടാ സെറ്റാണ്. സെറ്റായി നിനക്കോളാ. നീ ആ ബുക്ക് വായിച്ചല്ലേ? പോടാ. മാഷ് മാഷ് മാഷ്. കൃഷ്ണുണ്ണി. എന്താ മാഷേ? ഇവിടെ വാ. ആ ബാഗും കൂടി ഇങ്ങോട്ട് എടുത്തോ. എന്താടോ ഇത്? എന്താന്ന്? എന്താ ഇതെന്താന്ന് എനിക്കറിയാൻ പാടില്ലേ? ഇത് ഫയറല്ല മാഷേ. നാണുണ്ടോ എനിക്ക്? മേലാലിത് ആവർത്തിച്ച പുറത്താണ്. പോ എന്റെ കൺമുന്നിൽ നിന്ന്. എന്താ മാഷേ? എന്നാ ഇതും കൂടി കൊണ്ടുപോ. ജോഷുവ ബെല്ലാരി ഇന്നാ ഫയർ. എന്ത് ചെക്കനാവൻ? ഓക്കെ അല്ലേ? നീ അത് വായിച്ചില്ല. വായിച്ചിരുന്നു ചെറുതായിട്ട്. കഥ പോടാ. കൊളിഷൻ തിയറി. എന്നാലെങ്ങനെയാടാ എന്റെ ബാഗിൽ വന്നേ? ഇനി അച്ഛനെങ്ങാനും ഹേ അച്ഛനാവില്ല. ആകെ നാണക്കേടായി. ഇനി ആ ചാരുവിന്റെ മുഖം ഞാൻ എങ്ങനെ നോക്കും? എനിക്ക് തോന്നണേ നമുക്കെതിരെ ഇവിടെ ഒരു പടയിരിക്കും തന്നെ നടക്കുന്നുണ്ട്. ശരിയാ. എന്തായാലേ നമ്മൾ സൂക്ഷിക്കണം. കൃഷ്ണണ്ണി ഒരു കാര്യം പറയാനുണ്ട്. കൃഷ്ണനുടെ ബാഗിൽ ആരാ ചെയ്ത പുസ്തകം വെച്ചെന്നറിയോ? ജോഷുവ ജോൺസൺ. അതെങ്ങനെ നിനക്കറിയാ? ഞാൻ എന്റെ ചുണ്ടു കണ്ണോട്ട് കണ്ടതാ. സത്യം സത്യം കിട്ടും. വിളിക്കണ അതിന്റെ മോനെ. ഇന്നവനിടിച്ച് പൊളിക്കണം. അതെ, എന്റെ ബുദ്ധി തോന്നി ഒരു ആശയം പറയട്ടെ. അവൻ ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചെടുക്കരുത്.
പുറത്ത് ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ചടിക്കാം, അതാ സേഫ്. ഗുഡ് ഐഡിയ. അവൻ നിങ്ങളെ എത്തിക്കണാലും ഞാനേറ്റ്. അവൻ ഇനി ട്യൂഷൻ ക്ലാസ്സിന്റെ പടിയെ ഊട്ടരുത്. എന്നൊന്നും നന്നാക്കാൻ പറ്റുമോ മച്ചാ? നിങ്ങളൊക്കെ അടിപൊളിയല്ലേ ബ്രോ? അല്ല, കൃഷ്ണനുടെയൊക്കെ ഒപ്പം തന്നെ അമ്മ വേണം. കൃഷ്ണനൊക്കെ നല്ല സീനാണ്, നല്ല കൂട്ടുകാർ വേണം നമുക്ക്, എന്നാലേ കാര്യങ്ങൾക്ക് ഒരു ഉഷാറുണ്ടാവുള്ളൂ. മനസ്സിലായ? കൃഷ്ണ, നീ തീർന്നടാ, നീ തീർന്നു. ഇയാൾ നന്നാവുണ്ടോ? അമ്മ പറഞ്ഞിട്ട് എന്റെ തലയ്ക്കുമേലെ മുളച്ചു നിൽക്കുന്ന ഒരു പടുമരത്തെ ഞാൻ വളരാൻ അനുവദിക്കില്ല ജോഷുവ. അതിന് യങ് ഇന്ത്യ ട്യൂഷൻ സെന്ററിലെ കൃഷ്ണനുണ്ണിയെ നിനക്കറിയൂ. 1000 പോത്തിന്റെ ശൗര്യമുള്ള ഈ ബെല്ലായി രാജയെ നിനക്കറിയില്ല. മിണ്ടാനിടപ്പ നീ നോക്കി കണ്ട അടിക്കട കൃഷ്ണ. നീ എന്റെ ബാഗിൽ ഫയർ വെക്കിലൂടെ പന്നി. അമ്മേ അമ്മിക്കേ ഈ ബെല്ലായി രാജോട് മുട്ടാൻ വാടാ. വാ മുട്ടാൻ വാടാ. ഓടിക്കോട്ടാ. അമ്മേ അമ്മേ. കൃഷ്ണുണ്ണി, നീ അറിഞ്ഞ ജോഷുവ ജോൺസൺ കരാട്ട ബ്ലാക്ക് ബെൽറ്റ് ആടാ. അവന്റെ ആദ്യത്തെ മനസ്സിലായി. എന്നാലും എന്റെ കൃഷ്ണ, നിനക്ക് ഈ ഗതി വന്നല്ലോടാ. പറ്റി. ഇനി നീ എങ്ങനെ ട്യൂഷൻ ക്ലാസ്സിലെ പിള്ളേരെ മുഖത്ത് നോക്കും? ഞാനിനി ട്യൂഷൻ ക്ലാസ്സിലേക്കില്ലടാ പടി. എന്റെ ഒരു അഭിപ്രായത്തിൽ കൃഷ്ണനുണ്ണി അങ്ങോട്ട് വരാത്തതാണ് നല്ലത്. പിള്ളേരൊക്കെ പറയണ ജോഷുവ ജോൺസൺ നിന്റെ അടിച്ച് തൂർച്ചെന്നാണ്. പക്ഷെ ഉണ്ടല്ലോ, നിന്റെ മേത്ത് കൈ വെച്ച അവനുണ്ടല്ലോ, ഞാൻ വെറുതെ വിടൂല കൃഷ്ണനുണ്ണി. ഉറപ്പാണോ? ഉറപ്പ്. ഉറപ്പ്. അവന്മാരെന്താ വരാത്തെ? കൃഷ്ണനുണ്ണിക്ക് എന്താ വരാത്തെ? ഫൈറ്റ് ഒക്കെ കഴിഞ്ഞല്ലേ, റെസ്റ്റ് എടുക്കായിരിക്കും. നിനക്ക് ഉറപ്പല്ലേ ജോഷി വരില്ലെന്ന്? 100% ഉറപ്പാ. എടാ മാനസാണ് പറയണേ, ജോഷി ഉണ്ടല്ല ഇട്ടുകൊണ്ട് തോറിയുണ്ടാവും. എന്നാലും കൃഷ്ണനുണ്ണി വരേണ്ട സമയം കഴിഞ്ഞു. വരും, വരാറായി, വരും. എടി നിനക്ക് ലവറൊന്നുമില്ലേ? ഒന്നുമില്ലടി, സത്യമായിട്ടും. താളം കഴിച്ചതാ. ദേവന്മാര് കൃഷ്ണനാണ്. ഇടി കൊണ്ട് പഞ്ചറായിണ്ടാവല്ലേ? ഉറപ്പാ, ഉറപ്പാ. കൃഷ്ണൻ എന്താ വരാത്ത? വരും. വരും. ആസു എല്ലാരും നോക്കണ്ട. അങ്ങോട്ട് നോക്കല്ലേടമ്പാടി. ഗുഡ് ഈവനിങ് ഗായ്സ്. ജോഷുവ. കണ്ണാപ്പി. ജോഷുവ. ജോഷുവ, ഹാപ്പി ബർത്ത്ഡേ. ഓ താങ്ക് യു. ആര് പറഞ്ഞു എന്റെ ബർത്ത്ഡേ ആണ്? അതൊക്കെ ഞാൻ അറിഞ്ഞു. ചെലവൊന്നുമില്ലേ? ഓ അതിനെന്താ, നാളെ നമുക്ക് എല്ലാവരും കൂടി ഷാർജ കുടിക്കാൻ പോവാം. പോരെ? ഇതിപ്പോ എന്തായാലും തൽക്കാലത്തേക്ക് ഒരു കിറ്റ്കാറ്റ് പിടി. താങ്ക് യു. താങ്ക് യു. മുട്ട പപ്സ് തിന്നോണ്ടിരുന്നവളാ. ഷാർജ ഷേഖിന്റെ പിന്നാലെ പോണൊക്കെ അവള്. താങ്ക് യു. അവൻ എല്ലാവർക്കും കേട്ട് കൊടുത്തു. നമ്മൾ മേടിക്കരുത്, നീ മേടിക്കരുത്, നീയും. ഞാൻ മേടിക്കില്ല. താങ്ക് യു. താങ്ക് യു. അഞ്ജലി ഹാപ്പി ബർത്ത്ഡേ. എന്താലേ ഗിരി, സൂപ്പർ. എന്റെ ബർത്ത്ഡേ ആയിരുന്നു. മനസ്സിന് അനാവശ്യമായിട്ടൊരു സാധനം വേണ്ടേനും. മനസ്സ്. ഹാപ്പി ബർത്ത്ഡേ ജോഷ. താങ്ക് യു. താങ്ക് യു.
സുധി മേടിക്കടാ. മിഠായി കിറ്റ്കാറ്റ് താങ്ക് യു. അവൻ്റെ ഒരു കിക്ക്. അതെനിക്കിതാ. ഞാൻ അമ്മയ്ക്ക് എടുത്തോളാം. കണ്ണ നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? കൃഷ്ണനുണ്ണി. കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ നീ? ഇന്നാ കഴിച്ചോ. ഹാപ്പി ബർത്ത്ഡേ ജോഷ. ഓ ഓ ഓ ഓ ഓ ഓ മാസാമേ, ആ ആ എന്ത് പറ്റി മൂക്കിന്? ഒന്ന് പിടികിട്ടാണ് വീണു. നോക്കണ്ട ഇതൊക്കെ. ആ കഴിച്ചോ. താങ്ക്സ്. കൂട്ടത്തിൽ വേറെ ഒരുത്തനുണ്ടായിരുന്നല്ലോ, മറ്റേ 1000 പോത്തിന്റെ ശക്തിയുള്ളവൻ. അവനൊന്ന് പഞ്ചർ അല്ല, അവന്റെ സൈക്കിൾ ഒന്ന് പഞ്ചറായി. വരില്ലേ അവൻ? ഇപ്പൊ വരും. കുഴപ്പമൊന്നുമില്ലല്ലോ. ആ അപ്പൊ അവന് മിഠായി എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. പോട്ടെ. നീ നോക്കോ, അവളിപ്പോ നീ നോക്കും. എനിക്ക് തോന്നുന്നുള്ളൂ അവള് നോക്കുന്നു. എനിക്കും തോന്നുന്നുണ്ട് അവളെ നോക്കില്ലെന്ന്. അവൾക്ക് എന്നെ ഇഷ്ടമല്ലടാ. എടാ മാനസല്ലേ പറയണേ, അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ എന്തായാലും നോക്കിയിരിക്കും, ഉറപ്പ്. എടാ അവരെന്താണ് ഈ സംസാരിക്കണത്? നമ്മളെ പറ്റിയിട്ടാവോ? ഈ ജോഷ് ഇപ്പൊ നോക്കായിരിക്കില്ലേ? നോക്കും നോക്കും. ഞാൻ നോക്കാം. അവളെന്തിനാണ് അവനെ നോക്കണ? എന്തിനാണ് അവള് നോക്കണം? ഇത്തിരി വിഷയാണ്. തെറ്റാവും. ചാരു, എന്താണ്? ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുന്നു. കീർത്തന ജോഷ ജോൺസൺ തമ്മിലാവല്ലേ? നല്ല വിഷമമുണ്ടല്ലേ? വിഷമോ? എനിക്കാ? എന്തിന്? കീർത്തനെ നിനക്ക് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. നീ എന്നോട് നുണ പറയല്ലേ? ഞാൻ നുണ പറഞ്ഞിട്ടൊന്നുമില്ല. മനസ്സെ പ്ലീസ് എൻ്റെ മുമ്പിൽ അഭിനയിക്കരുത്. നുണ പറഞ്ഞുകൊണ്ടല്ലോ നിന്റെ കണ്ണ് താഴണേ. നിനക്കൊരു കാര്യം അറിയൂ, ഞാൻ കുറേ പേരെ വായി നോക്കിയിട്ടുണ്ട്, പക്ഷെ നീ എനിക്ക് സ്പെഷ്യൽ ആയിരുന്നടാ. എൻ്റെ ഫസ്റ്റ് ട്രൂ ലവ് ആയിരുന്നടാ നീ. നീ മനസ്സിലാക്കില്ലല്ലോ എന്നെ. നമ്മളും കൂടി തളർന്നറിയില്ല. പ്രഭാഷ ഏതെങ്കിലും പരീക്ഷയ്ക്ക് തോറ്റോ? കീർത്തന, നിനക്കറിയോന്ന് എനിക്കറിയില്ല. ജീവിതം എന്ന് പറയുന്നത് ഒരു കൊമള പോലെയാണ്. സോറി കീർത്തന, ഒരു കുമിള പോലെയാ. എത്രയും പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന നിസാരമായൊരു കുമിള. ഞാനിപ്പോ പറയാൻ പോകുന്ന സത്യം കേട്ട് കീർത്തന തകരരുത്. തകരുവോ? ഉറപ്പ്? സുനി, എനിക്ക് വയ്യ, ഒന്ന് പറഞ്ഞ അവസാനിപ്പിക്കണോ? സുനിൽകുമാർ, ഞങ്ങളുടെ സുനി, അവർ ക്യാൻസർ ആണ്. ക്യാൻസർ വെറും ക്യാൻസർ അല്ല, ബ്ലഡ് ക്യാൻസർ. അവന്റെ മുഖത്തുള്ള ആ ചുവന്ന കുരുക്കളുണ്ടല്ലോ, അത് വെറും കുരുക്കളല്ല,
ക്യാൻസറിന്റെ കുമിളകളാണ് കീർത്തന, ബ്ലഡ് ക്യാൻസറിന്റെ കുമിളകൾ. സുനിൽകുമാർ ഇപ്പൊ എവിടെയാ? മാമന്റെ മോളുടെ കല്യാണത്തിന് പോയി. കല്യാണോ? ക്യാൻസർ ആയിട്ടോ? അതെന്താ കീർത്തന, ബ്ലഡ് ക്യാൻസർ ഉള്ളവർക്ക് കല്യാണത്തിന് പോകാൻ പാടില്ലാട്ടോ? അവനെ നോക്കുന്ന ഡോക്ടർ എന്താ ഞങ്ങളോട് പറഞ്ഞെന്നറിയോ? കുന്നോളം സ്നേഹം കൊടുക്കാം. കീർത്തന തരില്ലേ അവന് ഒരിറ്റ് സ്നേഹം? തരില്ലേ? തരാം. സുനിൽകുമാർ മരിച്ചു പോവോ? അയ്യോ, അവൻ മരിക്കൂല, അവൻ രക്ഷപ്പെടും. അത് കീമോ ചെയ്ത നേരെയെന്ന് പറഞ്ഞു. അല്ലടാ, ശരിയാവില്ലേ? ശരിയാവും, സത്യമായിട്ടും. കീർത്തന, ചെയ്തമില്ലാത്തൊരു ഉപകാരം ചോദിച്ചാൽ സാധിച്ചു തരില്ലേ? പറ്റിയ അവനെ വന്നൊന്ന് കാണണം പ്ലീസ്. പ്ലീസ് ഒന്ന്, പ്ലീസ് പ്ലീസ്. സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കില്ലേ? എനിക്കിതെങ്ങനെ പറയണമെന്ന് അറിയില്ല സുനി. പറഞ്ഞു, നമുക്ക് ജീവിതത്തിൽ വേണ്ടത് ധൈര്യം, തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യം. കീർത്തന തുറന്ന് പറഞ്ഞോളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരെ? പറയാം. സുനിക്ക് എങ്ങനത്തെ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനാ ഇഷ്ടം? അങ്ങനൊന്നുമില്ലേ? ഞാനൊരു ആവറേജ് ഫാമിലിയിലെയാ. അച്ഛന് പലചരക്കടയാ, അമ്മ ഹൗസ് വൈഫും. എന്റെയും അച്ഛൻ പലചരക്കടയാ, അമ്മ വൈസഫ. കീർത്തന ബാക്കി പറയാൻ പറഞ്ഞു. എനിക്ക് നാടകം ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് വെച്ചാൽ ജീവനാ. ഞങ്ങൾ ജില്ലയിൽ പോയപ്പോൾ ജില്ലയിലെ ബെസ്റ്റ് ആക്ടറായിരുന്നു ജോഷു ജോൺസൺ. ജോഷു ജോൺസൺ? എനിക്ക് ജോഷു ജോൺസന്റെ ജീവനാണ് സുനി. എനിക്കിത് ഷെയർ ചെയ്യാൻ വേറെ ആരുമില്ല. ജോഷു ജോൺസൺ എൻ്റെ ഹൃദയത്തിനുള്ളിലാ. സുനി എന്നെ ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. നാളെ കാണാം. അവളിലൂടെ അവളറിയാതെ സുനി കിനാവുകൾ കണ്ടു. പ്രണയം ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. ഒരു ചിരിയിലോ നോട്ടത്തിലോ തുടങ്ങി അതിലും വേഗതയിലിറങ്ങിപ്പോകും. കീർത്തനയോടുള്ള സ്നേഹം സുനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണോ അത്രമേൽ പ്രിയപ്പെട്ടത് തന്നെയാണ് കീർത്തനയുടെ പ്രണയം. പോയി മറിഞ്ഞ കാലം സുനി ഓർക്കുന്നുണ്ടാവാം. ഇന്ന് സുനിയുടെയും ജാനകിയുടെയും വിവാഹമാണ്. അത്രമേൽ പ്രണയാർദ്രമായ ഒരു പ്രണയം പറയാതെ പോയാൽ പോയവരുടെ മാംഗല്യ ദിനത്തിൽ മഴ പെയ്തിറങ്ങിക്കൊണ്ടേയിരിക്കും, പഴയ ഓർമ്മകൾ പോലെ. ഹലോ, എന്താ വരിക? അമ്മ ഫോൺ വെച്ച് ഞാൻ പിന്നെ വിളിക്കാം. വല്ലതും നടക്കുവളിയാ? ഇതൊന്നും നടപടിയാവില്ല എൻ്റെ സുനിയെ. നിന്റെ ബാറ്ററി കഴിഞ്ഞു. ആ കാർബറേറ്ററിൽ കുറച്ച് വെള്ളം ഒഴിക്കി. കാർബറേറ്റർ അല്ല, റേഡിയേറ്റർ. മഴ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, വല്ല ജാഗ്വാറോ BMW അങ്ങനെ ഏതെങ്കിലും വണ്ടി വിളിച്ചിട്ട് വരാൻ. വെള്ളം വേണോ? വേണ്ട കുടിച്ചോന്നേ. മഴ നനയാനായിട്ട് ഇത് നടപടിയാവില്ല എൻ്റെ സുനിയെ. നീ ആ പോയനോ വിളിച്ച്? മഴയല്ലേ? ഹലോ, നിങ്ങൾ എവിടെ എത്തി? എവിടെ? വളവില്? മാറിന്നേ നോക്കട്ടെ. ഇതൊക്കെ ചേട്ടന്റെ കൂട്ടുകാരാണോ?
ഇതറിയോ ഇല്ലല്ല മാറിക്കണ്ട് കാറൊന്ന് സ്റ്റാർട്ട് ചെയ്തേ. ആ അതെ വണ്ടിക്കകത്ത് കയറി മഴ നനയും. ഒന്ന് മാറി ഇന്ന് അങ്ങോട്ടല്ലേ. എന്താ കുട്ടിയൊന്നും മിണ്ടാത്തത്? നാണാണോ മിണ്ടളിയ? ഇതെന്തൊരു നാണ ഇവന്. എനിക്ക് നാണമൊന്നുമില്ല. ഒരു നാണക്കാരൻ. പോവല്ലേ? എന്റെ ഹരിയേട്ടാ ഒന്ന് വേഗം പോവാ. ആ പോവാ. വണ്ടി എടുക്ക്. അടിക്കല്ലേ? കൃഷ്ണ എനിക്ക് വേണ്ടട്ടോ. ചെറുതും വെള്ളം കുറവ് ഒഴിച്ചോ. നീ ഓക്കെ? എടാ സുനി പിടിച്ചേ, ധൈര്യമായിട്ടും കടിക്ക്. എടാ നോക്കടാ സുനി, അതിന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്, ഫസ്റ്റ് ഡേ ആണ്. ഒരു ഇംപ്രഷൻ കളയണ്ട. ഒന്നും മിണ്ടാതിരിക്കട്ടെ. നീ അടിക്കടാ. അടിക്കല്ലേ? നീ കയറ്റിയടിക്കടാ. അടിക്കടാ. നീ എന്തേലും കാണി. ടച്ച്. ആ ടച്ച് എടുത്ത് കൊടുക്കടാ. ടച്ചല്ലായിരുന്നു. അടേ വേം വാ. സുനി നീ ഓക്കെ അല്ലേ? അളിയോ അളിയോ. ഓ നീലക്കണ്ണുള്ള എൻ കാമുകനോട്, നീലക്കണ്ണുള്ള എൻ കാമുകനോട്. എന്ത് പായസോ? ആ പായസം കൂട്ടിയടി. എങ്ങനെയുണ്ട്? നൈസല്ലേ? പായസം കൂട്ടി അടിക്കാൻ പാടില്ല, പിരിയും. ആര് പറഞ്ഞു? ഞങ്ങളുടെ നാട്ടിലൊക്കെ മദ്യം അടിക്കണമെങ്കിൽ പായസം വേണം. എത്ര മനോഹരമായ ടച്ചിങ്സ് ആണെന്നറിയോ? എടോ അളിയ, ആ പായസം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല ഈ പായസം എന്ന് പറഞ്ഞാൽ എന്താ? മധുരം, പാലാണത്. പാലും കുട്ടി അടിച്ചാൽ പിരിയും, ഛർദിക്കും. എനിക്ക് വേണ്ട. എടാ കൃഷ്ണ, ഇത് ഗോതമ്പ് പായസാണ്. പാലെവിടെ ഒഴിക്കണത്? പാലെവിടെ? ഗോതമ്പല്ല, പരിപ്പ്. കണ്ണു തുറന്നു നോക്ക്. പരിപ്പ്. പരിപ്പിലൂടെ പാലൊഴിക്കണത്. പാലൊഴിക്കില്ല. നിന്നോട് ആരാ പറഞ്ഞ പാലൊഴിക്കില്ല? പാലൊഴിക്കല കൃഷ്ണ. പാലൊഴിക്കില്ല, ശർക്കരയാണ് ഉരുക്കിയിട്ട്. പാലൊഴിച്ചാ പിരിയില്ലേ? സത്യം. താനൊന്ന് നീറ്റ് പോയടോ. എടാ അളിയനടാ. അതിന് ഞാനെന്ത് വേണം? കൃഷ്ണ എടാ കൃഷ്ണ ഒന്നേ നീറ്റ് പോയടോ. നിന്റെ കല്യാണല്ലേ, നീ പോയി കിടന്നുറങ്ങ്. ഞാൻ പോവല്ലേ? ഇവനിക്ക് ഞാൻ എടാ സുനി ഒന്ന് കിടക്കാൻ നോക്കിയേ. ദേ അമ്മ വിളിക്കണേ, പോയി കിടന്നുറങ്ങ്. അളി ഇത് പിടിച്ചേ. പിടി. ഓട്ടേത് പിടി. അല്ലേടി അടി.
അളിയനറിയാല, അവനൊരു ഒറ്റ ബുദ്ധിയാണ്. അത് കാര്യാക്കണ്ട, വിട്ടികളാ. എടാ പരിപ്പ് വയസ്സിൽ പാലൊഴിക്കൂലടാ. അളിയ അതെനിക്കറിയാലാ, അത് വിട്. പോട്ടെ, അളിയാന്ന് 2 റൗണ്ട് അടി. ആ തരുള്ളൂ. വിഷമങ്ങട് മാറല്ലേ. എടാ ഞാൻ പോയിട്ട് വരാം. ഒന്ന് പോയടാ. അളിയാ അളിയാ ഞാൻ പോയിട്ട് വരാം. ആ പോ. അളിയ അത് വിട്ടിയത്. നീ വന്നേ ക്യാമറയുടെ. നമ്മളെ എനിക്ക് പറഞ്ഞാറിൻ്റെ കാര്യമില്ലാന്ന് എനിക്കറിയാം, എങ്കിലും പറയാം. നീ ടെൻഷൻ അടിക്കണ്ട. നാളും നമ്മളെ പോലെയൊക്കെ തന്നെ ഒരു ഫ്രണ്ടാണ്. അങ്ങനെ കണ്ടാൽ മതി, മനസ്സിലായോ? ഒരു രസം പൊളിച്ചിട്ടാ. ഫസ്റ്റ് നൈറ്റല്ലേ അളിയാ സുനി ശരി. പായസം കുടിച്ചിട്ടോ? സ്മെല്ലോ പിരിയടോ. ഇൻസൾട്ട് ചെയ്യണ അളിയാ സുനി, നിന്റെ മരിച്ചുപോയ അച്ഛന്റെ സ്ഥാനത്താണ്, എന്നിട്ടാ ഇവൻ എന്നെ ഇൻസൾട്ട് ചെയ്യണേ. കൃഷ്ണ എന്നെ ടെൻഷൻ എടുപ്പിക്കാതെ ഒന്നും മിണ്ടായി. ഇവനെ ടെൻഷൻ എടുപ്പിക്കാണ്ട് മിണ്ടാണ്ടിരിടാ. കൃഷ്ണടാ നീ എന്തൊക്കെയാണ് കാണിക്കണേ കൃഷ്ണ? അളി അവിടെ പോയിരുന്നേ. ശരി ചേട്ടാ സുനി ഇങ്ങോട്ട് വന്നേ. അതെ നീയേ എടാ ഞാൻ അവളുടെ അടുത്ത് പോകുമ്പോഴേ പല്ലേച്ചിട്ട് പോയാൽ മതി. അപ്പോൾ ചെല്ലി പൊളിക്ക്. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്താടാ ഇതൊക്കെ? നാളെ വെള്ളം ഫാൻ ഇട്ടില്ലേ? ഇട്ടായിരുന്നു, കറങ്ങുന്നില്ല. കറങ്ങുന്നില്ലേ? ശരി. അളിയ അളിയാ ഇരുന്നോളൂ. ഞാനിപ്പോ വരാട്ടോ. ഇതാരാ? ആരെ കീർത്തന? ഇതൊക്കെ എന്തിനാ എടുക്കുന്നേ? ഞാൻ ബോറടിച്ചപ്പോ വെറുതെ എടുത്ത് നോക്കിയതാ. പിന്നെ
ബോറടിക്കുമ്പോൾ വായിക്കാളല്ലേ ഡയറി. എന്ത് ബോറാണ്. സോറി, ഡയറി ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കണ്ടറിഞ്ഞോ ഡയറിയാന്ന്, ചുമ്മാ നുണ പറയരുത്. ഞാൻ കരയെ മാത്രമൊന്നും പറഞ്ഞിട്ടില്ല. കരയല്ലേ ആൾക്കാർ കേൾക്കും. ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറിക്കോ. ഫോൺ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലേ. കരയല്ലേ. എടാ സുനി, ആ കൊച്ചു കരയണ്ടല്ലോ, എന്താണ്? അമ്മ കരണതല്ല, ചിരിക്കുന്നതാ. എന്റെ കോമഡി കേട്ട്. പിന്നെ എന്റെ കോമഡി കേട്ട് ചിരിക്കാൻ പോവല്ലേ? വാല് പറഞ്ഞേ സുനി. അമ്മ എന്റെ ആദ്യരാത്രിയാണ്. അമ്മ ഒന്ന് പോയി തരൂ. അമ്മേ പോയാ. കരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതങ്ങനെ പറയാനൊന്നും പറ്റില്ല. ഞാൻ വളരെ ഇമോഷണൽ ആയി പോവും. അങ്ങനെ പറഞ്ഞ എങ്ങനെ? ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടെന്നറിയ കല്യാണം കഴിച്ചത്. എന്റെ ജീവിതം നശിപ്പിക്കരുത് പ്ലീസ്. ഇതെന്താ സീരിയലോ? കരയല്ലേ കരയല്ലേന്ന് ഞാൻ പറയാം. അലമ്പല്ലേ, അതിരാത്രിയാണ്. എന്നാ പറ, ഏതാ കീർത്തന? അളിയാ അളിയാ അളിയോ ഊയ് അളിയാ. ഹലോ മോളെ, ഉറങ്ങിയായിരുന്നോ? അളി എന്നോടൊരു കാര്യം പറയാൻ വന്നതാ. പോട്ടെ. കഥ തീർന്നോ? ഇല്ല.
എപ്പോഴാണ് ശരിക്കും കഥ തുടങ്ങുന്നത്? എനിക്ക് കീർത്തനോട് സ്നേഹം തുറന്നു പറയാൻ പറ്റിയില്ല. എനിക്കതിനുള്ള ധൈര്യം ഉണ്ടായില്ല. എന്നിട്ടോ? എന്നിട്ട് എന്താ ഉണ്ടായേ? അവള് വരണ്ട്. നീ ഓക്കെ അല്ലേ? പേടി വന്നടാ. തമാശ കളിക്കല്ലോ കേട്ടോ. പറയാം. ഗുഡ് ബൈ. എന്താ സുനി? ഞാനൊരു കാര്യം പറഞ്ഞ കീർത്തന വിശ്വസിക്കുമോ? വിശ്വസിക്കും. എന്താ? ഉറപ്പല്ലേ? സുനിൽകുമാറിനെ കീർത്തന അവിശ്വസിക്കുമോ? സുനി എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. പറഞ്ഞോ. പറടാ. എന്താ സുനി? അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയാം. കീർത്തനയുടെ ഹൃദയത്തിൻ്റെ വേദനയായ ജീവൻ്റെ ജീവനായ ജോഷുവ ജോൺസൺ, അവൻ 2 പെണ്ണുങ്ങളെ പ്രേമിച്ച് ചതിച്ച് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് കീർത്തന. അല്ലടാ? ആണോ സുനി? അടിച്ചു പോലെ കഥക്കായില്ലേ? എന്ത് പോടാ? എന്താടാ? എടാ എടാ സുനി, വെറുതെ വേദനിപ്പിച്ചു. അയ്യോ അല്ല വേണ്ട, ഞാൻ എടുക്കാലോ. എടാ സുനി, ഉറങ്ങുവാണോ? അല്ലെങ്കിലും ആത്മാർത്ഥ സ്നേഹം മനസ്സിലാക്കാൻ ഇവിടെ ആർക്കും പറ്റില്ലല്ലോ. ഈ പെമ്പിളർക്കൊക്കെ ഇഷ്ടം പൃഥ്വിരാജിനെ പോലുള്ള ആൾക്കാരാ. ഞാൻ സാധാരണക്കാരനാ. കരയുവാണോ? ഞാൻ കരയതല്ല, ആരും അറിഞ്ഞു. എന്നാ ഒരു കാര്യം ചോദിക്കട്ടെ? സത്യം പറയണം. കീർത്തനയാണോ എന്നെയാണോ ഏറ്റവും ഇഷ്ടം? അതിപ്പോൾ എങ്ങനെയാ ഞാൻ പറയാ? ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ആലോചിച്ച് പറഞ്ഞാൽ മതിയോ? എനിക്ക് ജാനകിയുടെ രീതികളൊന്നും അറിയില്ലല്ലോ. എന്നാ വേറൊരു കാര്യം ചോദിക്കട്ടെ? ഇതുപോലത്തെ ചോദ്യങ്ങളാണോ? ഏകദേശം. ചോദിക്ക്. കീർത്തനയാണോ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? അല്ല, കീർത്തനയല്ല. ഞാനേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയർ ആയപ്പോൾ എനിക്ക് ജൂനിയർ ആയിട്ടൊരു പെൺകുട്ടി വന്നു. ഞാനവളെ ആദ്യമായിട്ട് കാണുന്നത് പച്ച ചുരിദാറിട്ട. അന്ന് അവള് പൊട്ടുകൊണ്ടിട്ടുണ്ട്, കണ്ണെഴുതിയിട്ടുണ്ട്, മൂക്ക് കുത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു അവളെ കാണാൻ. ഒരു മിനിറ്റ്.
പോലെ